ഇഡി ഉന്നത ഉദ്യോഗസ്ഥൻ ഉൾപ്പെട്ട കൈക്കൂലി കേസിലെ പരാതിക്കാരനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ച് ഇഡി. വെള്ളിയാഴ്ച രാവിലെ 10:30 ഡൽഹിയിലെ ഇഡി ഓഫീസിൽ ഹാജരാകാനാണ് കൊല്ലത്തെ കശുവണ്ടി വ്യവസായി അനീഷ് ബാബുവിനോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. തോട്ടണ്ടി ഇറക്കുമതിയുമായി ബന്ധപ്പെട്ട കള്ളപ്പണം വെളുപ്പിക്കൽ കേസിലാണ് നടപടി. ഈ കേസ് ഒതുക്കി തീർക്കാൻ 2 കോടി രൂപ കൈക്കൂലി ആവശ്യപ്പെട്ടുവെന്നാണ് അനീഷ് ബാബു വിജിലൻസിന് പരാതി നൽകിയത്. അതേസമയം ഇഡി രജിസ്റ്റർ ചെയ്ത കേസിൽ അനീഷ് ബാബുവിന്റെ അറസ്റ്റ് ഹൈക്കോടതി തടഞ്ഞിരുന്നു. മുൻകൂർ ജാമ്യാപേക്ഷയിലാണ് ഹൈക്കോടതി നടപടി. ആജ്ഞ രവീന്ദ്രൻ കൊച്ചിയിൽ നിന്ന് ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ആജ്ഞ, നമ്മളെ എല്ലാവരെയും, കേരള സമൂഹത്തെ ഒന്നാകെ ഞെട്ടിച്ച ഒരു കേസ് തന്നെയാണ്. ഇതിൽ അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പരാതിക്കാരനെ ഡൽഹിയിലേക്ക് വിളിപ്പിച്ചിരിക്കുകയാണ്. ഈ ഇഡി ഉദ്യോഗസ്ഥർക്ക് എതിരായ കൂടുതൽ തെളിവുകൾ സമാഹരിക്കാനും അവർക്കെതിരായ അന്വേഷണം ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാനും ആയിരിക്കും സ്വാഭാവികമായും ഈ ചോദ്യം ചെയ്യലൊക്കെ തുടരുന്നത്, അല്ലേ? ആര്യ, ഇപ്പോൾ വിജിലൻസിന്റെ ചോദ്യം ചെയ്യലല്ല തുടരുന്നത്. ഇഡി ഓഫീസിലേക്ക് അനീഷ് ബാബു ഹാജരാകണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഡൽഹിയിലെ ഇഡി ഓഫീസിലേക്കാണ് ഹാജരാകേണ്ടത്. നാളെ 10:30 കൂടിയാണ് ഇഡി ഓഫീസിൽ ഹാജരാകേണ്ടുന്ന ഒരു സാഹചര്യമുള്ളത്. അതേസമയം തന്നെ ഇഡി അനീഷ് ബാബുവിനെതിരെ രജിസ്റ്റർ ചെയ്ത കേസിൽ തൽക്കാലം അറസ്റ്റ് വേണ്ട എന്ന് തന്നെയാണ് ഹൈക്കോടതി ആ അറസ്റ്റ് തടഞ്ഞിട്ടുണ്ട്. അതായത് മുൻകൂർ ജാമ്യവുമായി ബന്ധപ്പെട്ട് അനീഷ് ബാബു ഹൈക്കോടതിയെ സമീപിക്കുന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ അറസ്റ്റ് തടയുന്ന ഒരു നടപടി ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. ഇഡി അസിസ്റ്റന്റ് ഡയറക്ടർ ശേഖർ കുമാറിനെ 1-ാം പ്രതിയാക്കിയിട്ടാണ് ഈ കൈക്കൂലി കേസിൽ വിജിലൻസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. നമുക്കറിയാം, തോട്ടണ്ടി വ്യവസായവുമായി ബന്ധപ്പെട്ടുള്ള കള്ളപ്പണം വെളുപ്പിക്കൽ കേസാണ് കൊല്ലത്തെ വ്യവസായിയായ അനീഷ് ബാബുവിനെതിരെ ചുമത്തിയിരിക്കുന്നത്. ആ കേസ് ഒത്തുതീർപ്പാക്കാൻ വേണ്ടി ചോദ്യം ചെയ്യാൻ വിളിച്ചപ്പോഴാണ് ഇത്തരത്തിൽ ഇഡി ഉദ്യോഗസ്ഥൻ ഉൾപ്പെടെ ഈ കേസിൽ ഇടപെടുകയും അല്ലെങ്കിൽ ഇത് ഒത്തുതീർപ്പാക്കാനുള്ള നീക്കങ്ങൾ ഉണ്ടാവുകയും പുറത്തുനിന്ന് ഏജന്റ് സംസാരിക്കുകയും ഏജന്റ് ഈ പാലാരിവട്ടം സ്വദേശി വിൽസൺ എന്ന് പറയുന്ന ഏജന്റ് സമീപിക്കുകയും തുടർന്ന് 2 ലക്ഷം രൂപ അക്കൗണ്ടിലേക്ക് കൊടുക്കണം എന്നൊരു സാഹചര്യം വന്നപ്പോഴാണ് തെളിവടക്കം വിജിലൻസ് ഇതിൽ ഇടപെടുകയും അനീഷ് ബാബുവിന് പണം നൽകുന്ന സാഹചര്യത്തിൽ തന്നെ വിജിലൻസ് ഈ കേസ് രജിസ്റ്റർ ചെയ്യുകയും കൈയോടെ ഈ പ്രതികളെ പിടികൂടുകയും ചെയ്തത്. ഇങ്ങനെ വിജിലൻസിന് നൽകുന്ന വിശദീകരണത്തിനനുസരിച്ചിട്ട് അനീഷ് ബാബുവിന്റെ മൊഴി അനുസരിച്ചിട്ടാണ് ഇഡി ഉദ്യോഗസ്ഥനായ അസിസ്റ്റന്റ് ഡയറക്ടർ ഈ ശേഖർ കുമാറിനെ 1-ാം പ്രതിയായി ഈ വിജിലൻസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അതിൽ 2, 3, 4 പ്രതികളെ അറസ്റ്റ് ചെയ്തിട്ടുമുണ്ടായിരുന്നു. അവരുമായി ചോദ്യം ചെയ്യൽ നടന്നിരുന്നു. പക്ഷേ ഇഡി ഉദ്യോഗസ്ഥനെതിരെ തെളിവ് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്ന് തന്നെയായിരുന്നു വിജിലൻസ് മുന്നോട്ട് വെച്ചത്. അതിനുള്ള തെളിവ് ശേഖരണമൊക്കെ അല്ലെങ്കിൽ അന്വേഷണമൊക്കെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിരുന്നാലും ആ സാഹചര്യത്തിൽ അനീഷ് ബാബുവിനെതിരെ ഇഡി ആ സമയത്ത് വിശദീകരണ കുറിപ്പിറക്കിയിരുന്നു. ഇഡി അനീഷ് ബാബു കള്ളപ്പണ കേസിൽ PMLA കേസിൽ പ്രതിയാണ്. അനീഷ് ബാബുവിന്റെ അച്ഛനും അമ്മയും പ്രതിയാണ്. ആ സാഹചര്യത്തിലാണ് അനീഷ് ബാബു കേസ് അട്ടിമറിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലൊരു നീക്കം നടത്തുന്നതെന്ന് ഇഡിയുടെ ഡയറക്ടറേറ്റ് നടത്തിയിരുന്ന പ്രസ് റിലീസിൽ വിശദീകരണ കുറിപ്പിൽ അങ്ങനെയായിരുന്നു പറഞ്ഞിരുന്നത്. അതിനുശേഷമാണ് ഇപ്പോൾ ഇഡി ഡൽഹിയിലെ ഓഫീസിൽ ഹാജരാക്കാൻ അനീഷ് ബാബുവിന് നോട്ടീസ് അയച്ചിരിക്കുന്നത്. നാളെ 10:30, വെള്ളിയാഴ്ച 10:30 ഇഡി ഓഫീസിൽ ഹാജരാകണം എന്നാണ് അറിയിച്ചിരിക്കുന്നത്. എന്നിരുന്നാലും അതിനൊപ്പം തന്നെ ഇഡി രജിസ്റ്റർ ചെയ്ത കേസിൽ ഹൈക്കോടതി അറസ്റ്റ് നടപടികൾ തടഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ ഉത്തരവിറക്കിയിരിക്കുന്നത്. ആര്യ, ഈ കേസിൽ അവർക്കെതിരായ അന്വേഷണം ഇഡിയിൽ ആഭ്യന്തര തലത്തിലടക്കം അതോടൊപ്പം മറ്റ് നിയമപരമായ തലത്തിലും ഏത് തലത്തിലാണ് മുന്നോട്ട് പോകുന്നത്? ആജ്ഞ, ആര്യ, ഈ ഇഡി ഉദ്യോഗസ്ഥർക്കെതിരെ ശേഖർ കുമാറിനും അതുപോലെ തന്നെ ഡെപ്യൂട്ടി ഡയറക്ടർ വിനോദ് കുമാറിനെതിരെയും അനീഷ് ബാബു നേരത്തെ മൊഴി നൽകിയിരുന്നു. അതായത് മാധ്യമങ്ങളോട് തന്നെയാണ് പറഞ്ഞത്. അതായത് വിനോദ് കുമാർ എന്ന് പറയുന്ന ഇഡി ഉദ്യോഗസ്ഥൻ ആ സമയത്ത് കേസിൽ സെറ്റിൽ ചെയ്യാനുള്ള ഇത് ഒതുക്കി തീർക്കാൻ നീ വേറെ വഴികൾ തേടണം എന്ന് പറഞ്ഞപ്പോൾ അത് കൈക്കൂലി കേസായിരുന്നില്ല എന്ന് അദ്ദേഹത്തിന് മനസ്സിലായിരുന്നില്ല എന്ന് അദ്ദേഹം ആ സമയത്ത് നമ്മളോട് പറഞ്ഞിരുന്നു. പക്ഷേ പിന്നീടാണ് അത് വിനോദ് കുമാർ ആണെന്നുള്ള വ്യക്തതയിലേക്ക് വരുന്നതും പിന്നീടാണ്. എന്നിരുന്നാൽ പോലും ഇഡിയിലെ 2 ഉദ്യോഗസ്ഥരാണ് ഈ കേസിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. അതിൽ 1-ാം പ്രതിയായിട്ട് ശേഖർ കുമാറിന്റെ 1-ാം പ്രതിയായി തന്നെ വിജിലൻസ് ഓൾറെഡി കേസ് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞതാണ്. വിനോദ് കുമാറിനെതിരെയുള്ള അന്വേഷണം പുരോഗമിക്കുകയുമാണ് എന്ന് തന്നെയാണ് വിജിലൻസ് SP അറിയിച്ചിരുന്നത്. എന്നിരുന്നാൽ പോലും ഇഡി ആഭ്യന്തര അന്വേഷണം നടത്തുന്നുണ്ട് എന്ന് പറയുമ്പോഴും ഇഡി ഉദ്യോഗസ്ഥരെ പിന്തുണച്ചുകൊണ്ടുള്ള അല്ലെങ്കിൽ അവരെ സംരക്ഷിക്കുന്ന നിലപാടാണ് ഇഡിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. ഇഡി ഉദ്യോഗസ്ഥർക്കെതിരെ അനീഷ് ബാബു വ്യാജമായ പരാതി ഉന്നയിക്കുകയാണ്, അത് വ്യാജമായ മൊഴിയാണ് എന്നുള്ള തരത്തിലായിരുന്നു ഇഡി ആ സമയത്ത്
ഈ വിശദീകരണക്കുറിപ്പ് ഇറക്കിയിരുന്നത് അങ്ങനെയായിരുന്നു. പക്ഷെ അതിനുശേഷവും വിജിലൻസിന്റെ അന്വേഷണത്തിൽ ഇ ഡി ഉദ്യോഗസ്ഥർ ശേഖർ കുമാറിനെതിരെ, കേസിലെ 1-ാം പ്രതി ശേഖർ കുമാറിനെതിരെ മതിയായ തെളിവുകൾ ലഭിച്ചിരുന്നില്ല എന്ന് തന്നെ വിജിലൻസ് പറയുന്നുണ്ടെങ്കിലും വിജിലൻസ് അന്വേഷണം തുടരുക തന്നെയാണ്. ഈ ഒരു സാഹചര്യത്തിൽ തന്നെ ഇ ഡി ആഭ്യന്തര അന്വേഷണം നടത്തിയിരുന്നെങ്കിൽ പോലും അവരുടെ ഉദ്യോഗസ്ഥരെ പ്രൊട്ടക്ട് ചെയ്യുന്ന തരത്തിലേക്ക് തന്നെയായിരുന്നു ഈ നീക്കമുണ്ടായത്. ആരും സൂചിപ്പിച്ചതുപോലെ കേരളത്തിൽ അങ്ങേയറ്റം രാഷ്ട്രീയ ചലനങ്ങൾ ഉണ്ടാക്കിയിരുന്ന പല കേസുകളും ഇ ഡി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതിനെല്ലാം എതിരെ ഒരു രാഷ്ട്രീയ ഇടപെടൽ കൂടി, അത്തരത്തിലുള്ള രാഷ്ട്രീയ മാനം കൂടി കൈവരുന്ന ഒരു കേസായിരുന്നു ഇ ഡി ഉദ്യോഗസ്ഥർക്കെതിരെ കൈക്കൂലി കേസ് രജിസ്റ്റർ ചെയ്തിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത്. ആ സാഹചര്യം വഴിവെച്ചത് അങ്ങനെയായിരുന്നു. അങ്ങനെ നിൽക്കുമ്പോഴാണ് ഇ ഡി ഉദ്യോഗസ്ഥർക്കെതിരെ തെളിവില്ല എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിൽ വിജിലൻസ് എസ് പി അത്തരത്തിലൊരു വിശദീകരണം നൽകുന്നതും അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ കഴിയാത്തത് മറ്റ് 2-3 പ്രതികളായിട്ടുള്ള രഞ്ജിത്ത്, അതുപോലെ തന്നെ വിൽസൺ, മുകേഷ് മുരളി, ഈ 3 പേർക്കെതിരെയും മതിയായ തെളിവുകളുണ്ട്, ട്രാൻസാക്ഷൻ നടത്തിയതിന് തെളിവുകളുണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ അന്ന് വിജിലൻസ് വ്യക്തമാക്കിയിരുന്നു. എന്നിരുന്നാൽ പോലും ഇ ഡിയുടെ ഭാഗത്തുനിന്നും ഉദ്യോഗസ്ഥരെ സംരക്ഷിക്കുന്ന നിലപാട് തന്നെയായിരുന്നു ഇ ഡി കൈക്കൊണ്ടതെന്ന് വേണം പറയാൻ. തീർച്ചയായും ആജ്ഞ സൂചിപ്പിച്ചതുപോലെ തന്നെ രാഷ്ട്രീയ മാനം കൂടി കൈവന്നിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കേസാണ്. ഈ കേസിൽ ഇ ഡി ഉന്നത ഉദ്യോഗസ്ഥൻ കൈക്കൂലി വാങ്ങി എന്നതുമായി ബന്ധപ്പെട്ട കേസിൽ പരാതിക്കാരനെ ഇപ്പോൾ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിരിക്കുകയാണ് ഇ ഡി എന്നുള്ളതാണ് ഈ കേസുമായി ബന്ധപ്പെട്ട ഇ ഡിയുടെ ഭാഗത്തു നിന്നുള്ള പ്രധാനപ്പെട്ട ഒരു നീക്കം. ആജ്ഞ രവീന്ദ്രനാണ് വിവരങ്ങൾ പങ്കുവച്ചത്.